പാട്ട് പാടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്തായിരിക്കും? ഫസ്റ്റ് അറ്റൻഷൻ എപ്പോഴും മ്യൂസിക് തന്നെ ആയിരിക്കും. അത് മ്യൂസിഷ്യൻ ആയതുകൊണ്ടായിരിക്കും ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേ ആദ്യം എന്നെ അട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ ട്യൂൺ കോമ്പോസിഷൻ എങ്ങനെയാണ് പോകുന്നത്, കോമ്പോസിഷൻ സ്ട്രക്ചർ എങ്ങനെയുണ്ട്, കൊള്ളാലോ, എന്തെങ്കിലും പതിന് വിപരീതമായിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ. ഈ കോമ്പോസിഷനൊക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഈ വിഷ്ണുവിൻ്റെ കോമ്പോസിഷൻസ് ഒക്കെ തന്നെ ഇങ്ങനെ എന്നെ ഒരു രീതിയിലും അതിശയിപ്പിക്കുന്ന, എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കോമ്പോസിഷൻസാണ്. അപ്പം ട്യൂണാണ് ബേസിക്കലി. പിന്നെ അതിനുശേഷം പാടുമ്പോഴത്തേക്ക് ലിറ്ററേച്ചർ ഇഷ്ടമാണ്. അപ്പം വരികൾ ശ്രദ്ധിക്കാറുണ്ട്. മലയാളം ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലായതുകൊണ്ട് അപ്പം മലയാളം ലിറ്ററേച്ചറിനോട് പ്രത്യേകം താല്പര്യമുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കും. അതൊക്കെ തന്നെയാണ്. പിന്നെ ബേസിക് ഇമോഷൻ അങ്ങ് പാടും. എന്താണോ വരുന്നത് വെച്ചാൽ കിട്ടിയില്ലെങ്കില്ല. അങ്ങനെ എന്താണോ വരുന്നത് എന്ന് വെച്ചാൽ പാടാൻ പറ്റുന്ന ഒരു പാട്ട് ഇപ്പോൾ പാടിത്തരും. അയ്യോ, മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കീർത്തനമാണ്. അപ്പം ഞാനതങ്ങ് പാടാം. നീ ദയരാധ നീ ദയരാധ നീ ദയരാധ നീ ദയരാധ നീ ദയരാധ നീ ദയരാധ രാമ രാമ. ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് സൂരജിന്. ഒരുപാട് സൂരജിനെ ഇഷ്ടപ്പെടുന്ന, സൂരജിന്റെ സംഗീതം ആ ഒരു ശൈലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഞാനൊരു ബേസിക്കലി ഒരു തൃശ്ശൂർക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ പാട്ടിനോട് ഒരു ചെറിയൊരു ചായവ് കൂടുതലുണ്ട്. തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഫെയ്ഡ് ഔട്ടാണ് കിടുവായത്. വെള്ളം കുടിക്കണം.